ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ സ്ത്രീകളെക്കുറിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി സെബാസ്റ്റ്യന്റെ ചങ്ങംതറ വീട്ടിൽ തെരച്ചിൽ നടത്തിയത് കനത്ത പോലീസ് കാവലിലായിരുന്നു. 2 ദിവസങ്ങളിലായി പൂർണ്ണമായും വീടും പരിസരവും പോലീസ് കാവൽ ഏർപ്പെടുത്തിയിരുന്നു. തിങ്കളാഴ്ച ചേർത്തല ASP ഹരീഷ് ജെയിൻ്റെ നേതൃത്വത്തിൽ ചേർത്തല, ആർത്തുങ്കൽ, കുത്തിയതോട് പോലീസിന്റെയും ആലപ്പുഴ എയർ ക്യാമ്പിൽ നിന്നുള്ള സായുധ സേനയുടെയും കാവലിലായിരുന്നു വീട്. ഉച്ചയ്ക്ക് 12:40ഓടെയാണ് ക്രൈംബ്രാഞ്ച് സംഘം സെബാസ്റ്റ്യനുമായി വീട്ടിലെത്തിയത്. തുടർന്ന് 1ഓടെ വീട്ടുവളപ്പിൽ പലയിടത്തും മണ്ണുമാന്തി യന്ത്രമുപയോഗിച്ചും കാടുവെട്ടിയും തെരച്ചിൽ നടത്തി. ഡ്രോൺ പറത്തി ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ച ചാനലിന്റെ ഡ്രോൺ പോലീസ് പിടിച്ചെടുത്തു. വീട്ടിലേക്കും പരിസരങ്ങളിലേക്കുമുള്ള പ്രവേശനം പൂർണ്ണമായും തടഞ്ഞായിരുന്നു പരിശോധന. വീട്ടുവളപ്പിലും കുളങ്ങളിലും കക്കൂസ് മാലിന്യ ടാങ്കിലും കിണറ്റിലും പരിശോധിച്ചു. വൈകിട്ടോടെ വീട്ടിൽ പ്രത്യേക പണിക്കാരെ എത്തിച്ച് മാർബിൾ നീക്കി തറപൊളിച്ചും ഓടിളക്കി മച്ചിനുള്ളിലും തെരച്ചിൽ നടത്തി. എന്നാൽ അതേസമയം സെബാസ്റ്റ്യന്റെ വീട്ടിൽ തെരച്ചിൽ വിവരമറിഞ്ഞ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ എത്തിയിരുന്നു. പോലീസ് നിയന്ത്രണത്തിനിടയിലും കാടും പടലും താണ്ടി വീടിന്റെ 4 ഭാഗത്തും കയറാവുന്ന ഇടങ്ങളിലെല്ലാം കയറിയായിരുന്നു തെരച്ചിൽ കാഴ്ച നാട്ടുകാർ കണ്ടത്. ഓരോ സമയത്തും പലതരത്തിലുള്ള കഥകൾ പ്രചരിക്കുന്നതിനാൽ ആകാംക്ഷയുടെ മുൾമുനയിലായിരുന്നു നാട്ടുകാർ. കാണാതായ 3 സ്ത്രീകളും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന ഉറപ്പിലാണ് നാട്ടുകാരും. ഇവരുടെ ശരീരാവശിഷ്ടങ്ങളും ഇവിടെ തന്നെ ഉണ്ടാകുമെന്നും അത്രയും ദുരൂഹ സാഹചര്യത്തിലായിരുന്നു സെബാസ്റ്റ്യന്റെ വീടെന്നുമാണ് അയൽവാസികൾ പറയുന്നത്. രാത്രി 7:30 തെരച്ചിൽ അവസാനിപ്പിക്കും വരെ ആളുകൾ എത്തിക്കൊണ്ടിരുന്നു. പോലീസിന്റെ സഹായത്തിനായി വീട്ടിലേക്കെത്തിയ ജനപ്രതിനിധികളോടക്കം കുശലം പറഞ്ഞ് കൂളായാണ് സെബാസ്റ്റ്യൻ അന്വേഷണ സംഘത്തിനൊപ്പം നിന്നത്. ആളും ബഹളത്തിനിടയിലും വീടരിച്ചു പിറക്കിയുള്ള തിരച്ചിലുകൾക്കിടയിലും ഇയാൾ ഒന്നും പ്രതികരിച്ചില്ല. മാധ്യമങ്ങൾക്ക് മുഖം കൊടുക്കാതെയാണ് സെബാസ്റ്റ്യനെ വീട്ടിലേക്ക് എത്തിച്ചത്. തുടർന്ന് വീടിനുള്ളിൽ തന്നെ ഇരുത്തി രാത്രിയോടെയാണ് ഇയാളെ കോട്ടയത്തേക്ക് കൊണ്ടുപോയത്. തിരച്ചിൽ നടക്കുമ്പോഴും വീട്ടിൽ 3 ക്രൈംബ്രാഞ്ച് സംഘങ്ങളും സെബാസ്റ്റ്യനും ചോദ്യം ചെയ്തുവെന്നാണ് വിവരം. കോട്ടയം ക്രൈംബ്രാഞ്ച് SP ഗിരീഷ് P സാരഥി, ആലപ്പുഴ SP A ഷൗക്കത്തലി എന്നിവർ ചോദ്യം ചെയ്യലിന് നേതൃത്വം നൽകി. ചോദ്യങ്ങൾക്ക് മുന്നിൽ സഹകരിക്കാതെയാണ് ഇയാൾ പെരുമാറുന്നത്. 3 സ്ത്രീകളുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ സെബാസ്റ്റ്യൻ സമ്മതിക്കുന്നുവെങ്കിലും ഇവരുടെ തിരോധാനത്തിൽ സെബാസ്റ്റ്യൻ ഇപ്പോഴും മൗനം തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, വിസ്മയ ന്യൂസ്.